ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ ബാരി എന്ന് പറഞ്ഞ ആ പോലീസ് നമ്മളെ ജയിലിലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? ഒരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഐസ്ക്രീം മേടിച്ച് തിന്നേനാണ് എന്നെ ജയിലിലാക്കിയത്. ഈ കുഞ്ഞു കാര്യത്തിന് ആരെങ്കിലും ജയിലിലാക്കോ? എന്നാൽ ഈ മണ്ടൻ പോലീസ് അത് ചെയ്യും. ഇനി എങ്ങനെ കേട്ടോ തോന്നിയത്? അപ്പോൾ നമുക്കിത് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം. അതാണ് നമ്മുടെ ടാസ്ക്. ഇത് ഭയങ്കര ഹാർഡാണെന്നാണ് കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു ദിവസം എൻ്റെ കൂട്ടുകാരി ഈ ഒരു ജയിലിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെനിക്ക് ഇതൊക്കെ എസ്കേപ്പ് ആവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ജയിലിൽ കയറി അവൾ വന്നപ്പോൾ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ എന്നെങ്ങാനും ജയിലിലിട്ടാൽ ഇവർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവിടെ ആ തടിയൻ ബാരി നിൽക്കണ്ട കേട്ടോ. പൊട്ടാ, നീ എന്തിനാണ് എന്നെ ജയിലിട്ട് ആ ഒരു കുഞ്ഞു കാര്യത്തിന്? നീ പോടാ മണ്ട തടിയൻ. ഫുഡ് അയച്ചു തടിയനയക്കാം. അവിടെ നിൽക്കണേ. മര്യാദ ജയിലിൽ കയറിയിരുന്നോ? നീ എസ്കേപ്പ് ആവാൻ നോക്കണം. അതെൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് എസ്കേപ്പ് ആവാൻ പറ്റില്ല. നിൽക്കടി അവിടെ. എനിക്കാണെങ്കിൽ ഓടാനും പറ്റണില്ല. പോടാ, ആദ്യം പോയി തടി കുറയ്ക്കാൻ നോക്ക്. അവനെന്നെ പിടിക്കാൻ വന്നാക്കണ്. അന്ന് എന്നെ പിടിച്ചത് ഇവനല്ല, ഇവൻ്റെ ഏതോ ഫ്രണ്ടെങ്ങാണ്ട. അവനാണെങ്കിലോ എല്ലും കോലും, ഇവനാണെങ്കിലോ ഭയങ്കര വലിയ തടീനും. ഇവൻ്റെ ജയിലാന്നൊക്കെ ആര് പറയാനാ? എന്തൊക്കെയായാലും എന്ത്. നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ നോക്കാം. ഇത് മറ്റേ ടോയ്ലറ്റാ. ഇതിന് ഏതോ ഒരു ടോയ്ലറ്റിൽ നമുക്ക് കുഴിക്കാനുണ്ടെന്നാണ് പറഞ്ഞേക്കണം കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു. ഇനി വേറെ വല്ല ടോയ്ലറ്റും കുളിക്കാൻ പറ്റും. ആരോ ബാത്റൂമിൽ പോയി ഒരു ഫ്ലഷ് അടിച്ചിട്ടില്ല. വൃത്തിയിട്ടവർ. ഇവിടെ എന്തായാലും ഷവലിരിക്കണ്ടെന്ന് അവളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് കുഴിച്ച് പോവാ. എന്തോ വെള്ളം വന്നുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ടോയ്ലറ്റിൻ്റെ വെള്ളമൊന്ന് ടോയ്ലറ്റ് ഇവിടെ പൊട്ടിച്ചിട്ടാക്കിയല്ലേ. എനിക്കാണെങ്കിൽ ആവാൻ ഭയങ്കര പേടിയാണ്. കാരണം ഇതിലെങ്ങനെ വീണ് നമ്മൾ ചിക്കൻ പൊരിച്ചതുപോലെ ഉണ്ടാവും. എന്താ പാലോ അവിടെ പൊട്ടിക്കിടക്കണ പ്ലാങ്കാന്ന്. പൊട്ടിക്കിടക്കണ പ്ലാങ്ക കൈസ്. നമ്മൾ ജസ്റ്റ് മിസ്സിനാണ് ചാവാണ്ടിരുന്നത്. വവ്വാലൊക്കെ വന്നുണ്ട്. വവ്വാലിനൊക്കെ കൂട്ടിയിട്ടാക്കിയായിരുന്നു. അയ്യോ എൻ്റെ പൊന്നെ, നെഞ്ചത്ത് എല്ലാ മുള്ളും തുളച്ച് കയറിയിട്ടുണ്ട്. അതെന്തുട്ടാ? ബോളാണല്ലോ. ലാവയും കൊണ്ട് ഉണ്ടാക്കിയതാ. ഇതെന്താണിത്? ഇവിടെ തൊട്ട് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായി. ഈ ബോൾ വരുമ്പോൾ നമുക്ക് ആ ബോളിൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനായിട്ട് ഓരോ റൂം പോലെ ഉണ്ടാക്കി വെച്ചാക്കേണ്ട ഗൈസ്. കണ്ടോ? ഇവിടെ നിൽക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല. അതാന്ന് തോന്നുന്നു ലാസ്റ്റത്തെ റൂം. ഇവിടെ ഏണിയുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ റൂം. ഇവിടെ എന്താ? അവിടെ ആ കള്ള തടിയനുണ്ട്. അവിടെ നിൽക്കടി, നിന്നെ ഞാനിന്ന് പിടിക്കും. എൻ്റെ കൂട്ടുകാരൻ്റെ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആവണോ? അവിടെ നിൽക്കടി, നിൽക്കാനല്ലേ പറഞ്ഞത്. എനിക്കാണെങ്കിൽ അങ്ങോട്ട് കയറാനും പറ്റില്ല. ഇവിടൊക്കെ എങ്ങനെ കയറണമെന്തോ. തടിയന് ഇവിടെ കയറാൻ പറ്റൂല. അവൻ്റെ കൂട്ടുകാരുടെ ജയിലാണത്ര. ഇവർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റെപ്പൊക്കെ മൊത്തമായിട്ട് ഉണ്ടാക്കിക്കൂടെ? എന്തിനാണ് ഈ പകുതി ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചാക്കുന്നത്? ഇത് ലിഫ്റ്റ് തന്നെ വേണോ? ഇപ്പോൾ ഒടിഞ്ഞു വീഴും. ചെയിനൊക്കെ ഇരിക്കണണ്ടില്ലേ, തുരുമ്പിടിച്ചിരിക്കുകയാണ്. ഇത് നല്ല ഭാഗമെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ. പക്ഷെ അടിയിലൊക്കെ ഭയങ്കര പണ്ടത്തെ ആൾക്കാരുടെ കാലത്ത്. ദാഹിച്ചിട്ടും വയ്യ, ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിക്കും. ഈ ജ്യൂസാണെങ്കിൽ ഉരുണ്ട് പോകുന്നു. അതെന്താണ് കത്തിയത്? എൻ്റെ സ്പീഡ് കൂടി. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരുണ്ട് വീണുകൊണ്ടിരിക്കുക. സ്പീഡാണെങ്കിൽ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മിക്കവാറും ഇപ്പോൾ വീണില്ല. ഭാഗ്യം. ഭാഗ്യം എന്നൊന്നും പറയാനേ പറ്റൂല. അപ്പോൾ തന്നെ വീണോളൂ. അതേതോ ഒരു ചേച്ചി പോയത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഈ സ്പീഡ് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കാം.
ഒരു കണക്കിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അയ്യോ ആ ചേച്ചിക്ക് എന്ത് പറ്റി? ആ ചേച്ചി വല്ല പ്രേതമാണോ? ദൈവമേ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടട്ടെ. പ്രേതമായാലും മനുഷ്യനായാലും എനിക്കെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എനിക്ക് എൻ്റെ നാട്ടിൽ പോയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഓ, വലിയ കാര്യത്തിന് ചാടി നോക്കിയതാ, വേഗം എടുക്കുന്നതായിട്ട്. എന്താണ് സ്റ്റോറേജ് റൂമാ? എന്തുട്ടുള്ളേ? ഇവിടെ എണിയുണ്ടല്ലോ, തൊടണേൻ്റെ ചിഹ്നം കാണിച്ചിട്ടുണ്ട്. ഓ, ഇത് നമ്മൾ എടുത്തിട്ട് എവിടെയെങ്കിലും കയറണമായിരിക്കും. ഇവിടെയെന്ന് തോന്നണം. ഓ, ഇത് തുറക്കാൻ പറ്റില്ല. ഓ, ഇവിടെ അല്ല അപ്പം. ഊതിയ അവിടെ ലാഡർന്ന് ഇരിച്ചേക്കണ്. ഓഹ്, നമ്മൾ കാണാണ്ടിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ച ചകയാണ്. കള്ളൻ ബാരി. എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം. ഇതെന്താണിത്? വില്ലിക്കാട്ട് ഫാനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഓ, മനസ്സിലായി. വലിയ ഫാൻ വെച്ചാൽ അതിൻ്റെ ഫോഴ്സ് ആയതുകൊണ്ട് നമ്മൾ താഴ്ത്ത് വീഴും. ഓ, ബുദ്ധിപൂർവ്വം ചെയ്തതാ. പക്ഷെ എനിക്ക് ഇച്ചിരി വണ്ണമുള്ള ആരും കൊണ്ട് ഇതിൽ ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. പൈപ്പ് തന്നെ. ഓ, ഇത് വാൾസിൻ്റെ പൈപ്പായിരുന്നു തോന്നണം. ഓ, അപ്പം തന്നെ വീണ്. വാൾസ് അല്ല കേട്ടോ, പുക അത് തന്നെ. ഇനി ഇവിടെ ചാടി എന്തോരം പോകണം. ഒരു കൊല്ലം ഈസി ആയിട്ടുള്ളത് ഉണ്ടാക്കിക്കൂടെ? എന്തിനാണ് ഇമ്മാതിരി പാട് വയ്ക്കുന്ന ടൈപ്പ് ഉണ്ടാക്കണേ? അതാണെങ്കിലോ കുറേ മുള്ള് വെറുതെ ഇങ്ങനെ വന്നിട്ട് തലയിടിച്ച് വീഴുന്നു. ചാവണ കുഴപ്പമില്ല. ഇപ്പം മുള്ള് കുത്തി കയറി ചാടണമല്ലോ. ഓ, ഞാൻ വാളടയ്ക്കാൻ പോയതാണ് ഈ കാണുന്നത്. തലന്നല്ലേ നിലത്ത് വീണ്. ഇവിടെ ഒരു വാൾവുണ്ട്. ഒരെണ്ണം പൂട്ടി, രണ്ടെണ്ണം കൂടി ഉണ്ട്. ഇനി അതെവിടെയെന്നാവോ? ഓ, അതേ നേരെ തന്നെ ഒരെണ്ണം കാണുന്നുണ്ട് കേട്ടോ. അതും പൂട്ടി. തീകൈ താഴ്ത്ത് വരണം. ഒരു കണക്കിനാണ് ഈ പൈപ്പിലോട്ടൊന്ന് ചാടിയത്. ഇനി എങ്ങോട്ടാ പോണ്ടേ? ഇങ്ങോട്ട് പോയി നോക്കും. ഓ, ഇത് നമ്മൾ നേരത്ത് കയറിയ ലാഡർ തന്നെയല്ലേ? നമുക്കപ്പം ഇങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. ഞാൻ അവിടെ വാള് ഇരിക്കണ കണ്ടില്ല കേട്ടോ. ഓ, അപ്പം ഇവിടുത്തെ പുക പോകും. അല്ലെങ്കിൽ പുകയുടെ ഫോഴ്സ് ആയതുകൊണ്ട് നമ്മൾ താഴ്ത്ത് വീഴും. അതായിരുന്നു അപ്പം. ഒക്കെ ചാടാനായിട്ട് എന്തൊരു പാടാണ്. ഒരു ഈസിയിൽ കൂടി. ഇതെന്തിട്ട് സംഭവം? മഞ്ഞ. അയ്യോ, ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ചാടാനായിട്ട് അധികം ഇഷ്ടവുമല്ല. എന്തെങ്കിലും പറയണ ഇടയ്ക്ക് അപ്പം വീണല്ലോ. എന്തിനാണാവോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി? കണ്ട ചെറിയ ഈ ജയിലാന്ന് വിചാരിക്കും പുറത്തുനിന്നാണ്. പക്ഷെ ഇതാണെങ്കിലോ എനിക്ക് കാട്ടൊരു ജയില് ഉള്ളിൽ കയറുമ്പോ എനിക്കിനിയാവും അങ്ങോട്ടാന്ന് തോന്നിട്ട് പോകുന്നത്. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതാണെങ്കിൽ തല ഇടിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനാണെങ്കിൽ വേഗം എടുക്കണം. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കയറാൻ പറ്റുമോ? ദേഷ്യപ്പെട്ട് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടോ. ഇതെന്തിട്ടാ? കഫ്റ്റീരിയോ? എന്നിട്ട് സംഭവം കഫ്റ്റീരിയയിൽ എന്താ ചെയ്യേണ്ടത്? തിന്നാനാ? അവിടെ ബാരിനെ കൊല്ലാനാണ്. ഇനിയോ ബാരിനെ കൊല്ലണം കേട്ടോ. ബാരിത്തെ ഷെഫിനാ. ഓ, ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. ഇത് നമ്മുടെ മറ്റേ ഫുഡ് ബാസൂക്കല്ലേ? എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഫ്രൂട്ട്സും കൊണ്ട് നമുക്ക് അവരെ കൊല്ലാൻ പറ്റുമെന്ന്. ഇതെങ്ങനെയാണാവോ കൊല്ലണത്?
എങ്ങനെയാവോ എനിക്കറിഞ്ഞൂടെ ഗൈസ്. ലീസറുണ്ടല്ലാവോ അങ്ങനെ എന്തോന്നോ നമ്മളിങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതിയോ അമ്മേ ഗൈസ്. അതെനിക്ക് അറിഞ്ഞൂടെ നമ്മൾ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു നോക്കാട്ടോ. അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ വീഴുമ്പോൾ അയാൾ നീങ്ങി പോവും. നമുക്ക് അടിച്ചിടാൻ എളുപ്പമായിരിക്കും. ഓ ചത്തട്ട അയാൾ. നമുക്കപ്പോൾ അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന പൈസ ഒക്കെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാരിനെ കൊന്നിരുന്നെങ്കിൽ എന്തോ പൈസ കിട്ടുമായിരുന്നു. പക്ഷേ മറ്റേ 2 ബാരിനെ പോലത്തെ ബാരിനെ പോലത്തെ മറ്റേ ആളെയും കൊന്നിരുന്നെങ്കിൽ നമുക്ക് വീണ്ടും പൈസ കിട്ടുമായിരുന്നു. പക്ഷേ ഇത് നമ്മളിങ്ങനെ വീഴുമ്പോൾ നമ്മൾ തെറിച്ച് ഈ ഒരു സ്ഥലത്തോട്ട് വരും കേട്ടോ. അതാണെന്ന് തോന്നുന്നത്. കണ്ടാൽ നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ തെറിച്ച് ഇങ്ങോട്ട് വീണത്. ഇനി കയറി കഴിഞ്ഞാൽ എന്താണെന്നാവോ. വലിയ പണിയൊന്നല്ല കേട്ടോ. എന്നിട്ട് ഇവിടെ ആവോ. ഓ മൈ ഗോഡ് ലേസർ. ഇത് കൊണ്ടാൽ നമ്മൾ തുണ്ടാവും. എത്രണ്ണമാണ് നമ്മൾ ഈ ലേസറിൻ്റെ അടുത്തെത്തുമ്പോൾ മാത്രമേ ഈ ലേസർ അടങ്ങുള്ളൂ. അതാണ് പ്രശ്നം. നമ്മളങ്ങനെ ആ ഒരു ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. യൂസ് ദ മെറ്റൽ പ്ലാങ്ക്സ് ടു ഗെറ്റ് അക്രോസ്. അപ്പുറത്തോട്ട് എത്തണമെങ്കിൽ മെറ്റൽ പ്ലാങ്ക്സ് മുകളിലായിരിക്കും. അത് തന്നെ ഗെറ്റ് പ്ലാങ്ക്സ് ഹിയർ. അതന്നെ. അയ്യോ ഞാൻ ചാടണേൻ്റെ പകരം പ്ലാങ്ക് തയ്ത്തിട്ടാക്കണം. എന്തൊരു കഷ്ടമുള്ളൂ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എങ്ങനെയെങ്കിലും എൻ്റെ കൂട്ടുകാർ പറഞ്ഞായിരുന്നില്ല ഈ പ്ലാങ്ക് നമുക്ക് രണ്ടാമത് എടുത്തിട്ട് ഇങ്ങോട്ട് ഇടാൻ പറ്റുന്നു. എന്താ പറ്റാത്തത്? നമുക്ക് കയറിയതുണ്ട്. അയ്യോ ഇവിടെ കയറി എന്നാലും മുള്ളുണ്ട് പണ്ടാരം. ഞാനാണെങ്കിൽ അത് കണ്ടൂല. ആ പ്ലാങ്ക് പോയി. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് പോയി പ്ലാങ്ക് എടുക്കണം. ഒരെണ്ണം താഴ്ത്തിട്ടല്ലോ നമുക്കിപ്പോൾ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് രണ്ടാമത് കയറി വന്നെടുക്കാം. നമുക്കിപ്പോൾ ഈ പ്ലാങ്ക് ഇട്ടാം. ഞാനെന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നത്? മറ്റേ പ്ലാങ്കും കൂടി എടുത്തിട്ട് ഇങ്ങോട്ട് അക്രോസ് ചെയ്താൽ പോരായിരുന്നാ? പ്രശ്നമായിന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ രണ്ടാമത് നടക്കണം. എനിക്കാണെങ്കിലോ നടക്കാൻ ഇഷ്ടമല്ല. എന്നിട്ടാണ് ഞാൻ നടക്കാൻ അത്രയ്ക്കങ്ങ് വലിയ പിടുത്തൊന്നുമില്ല. ദേ റോബോട്ട് ബാരി. ഇതവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ ഫുട്ബോൾ സൂക്കം കൊണ്ട് ഇടിച്ച ആ പുള്ളിക്കാരൻ്റെ കയ്യിന് എന്തെങ്കിലും പ്രശ്നം പറ്റും. അപ്പം ആ കയ്യിൽ നോക്കി വെടിവെച്ച് കൊന്നാൽ മതി എന്ന് പറഞ്ഞ 2 കൈ. അതാണ് മെയിൻ സാധനം. ഒരെണ്ണം പോയിട്ടുണ്ട് ഒരു കണിക്കാൻ. അതൊക്കെ ഞാൻ എങ്ങനെയൊക്കെ കളഞ്ഞ്. അയ്യോ പുള്ളിക്കാരൻ 2 ബാക്കിലൊന്നും എന്നെ ആക്രമിക്കുന്നുണ്ടിട്ട് കൈസ്. ഞാനെങ്കിലും ഒരു ഇച്ചിരി നീങ്ങി നിന്നിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ആ മൂലയ്ക്ക് പോയി നിൽക്കാം. അതാവുമ്പോൾ ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കുറേ നേരം എടുക്കും. നമുക്ക് ആ കയ്യും കൂടി വെടിവെക്കാനുള്ളൂ. ഉണ്ട പോലത്തെ സാധനം എറിഞ്ഞിട്ട് ലൈഫോണ്. ഒരു കണക്കിന് അയാളെ കൊന്ന് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട് കൈസ്. നമുക്ക് അവിടെയൊക്കെ നമ്മൾ മറ്റേ കൈ കൊന്നതിന് പൈസ കിട്ടിയിട്ടുണ്ടായി. അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ആ പുള്ളിക്കാരെ അവിടെ നിൽക്കാറുണ്ട്. ഇവിടുത്തെ പൈസ നമ്മൾ മൊത്തം എടുത്തില്ലപ്പാ. കുഴപ്പമില്ല, നമുക്കിപ്പോൾ മൊത്തം എടുക്കാം. അയാളില്ലാത്ത എന്തായാലും നന്നായിപ്പം. നമുക്ക് ഈ വണ്ടിയിൽ കയറിയിട്ട് പോവാം. പോലീസ് വണ്ടിയാണ്. എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ. എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടി ഓടിച്ചിട്ട് പോകണം. ഇതെന്താ പോവാത്ത? അപ്പം മനസ്സിലായി ഇങ്ങനെ വണ്ടി ഓടിക്കണമെന്ന്. പക്ഷെ എനിക്ക് കൺട്രോളൊന്നും കിട്ടണില്ല കേട്ടോ കൈസ്. എവിടെയൊക്കെയാണ് ഞാൻ പോണത് എന്ന് വെച്ചാൽ കളിക്കാൻ. എനിക്കാണെങ്കിൽ എൻ്റെ വണ്ടി ഓടിക്കുന്നതിൻ്റെ Z പോലും എറിഞ്ഞൂടാ. നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് തോന്നിട്ട് ആ ഗുഹ സ്ഥലത്തിൻ്റെ ഇടയിൽ കൂടെ. അല്ലാട്ട കൈസ് അങ്ങോട്ടൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകണം. വണ്ടിയാണെങ്കിൽ ഇടിച്ച്. ഞാനെന്തായാലും നടന്നു പോകുന്നു. എനിക്ക് വേറെ പണിയില്ല.
എന്തുട്ടാ? ഓ, അവിടെ നമുക്ക് ചാടിപ്പോവാനാന്ന് തോന്നണ്. ചാടിപ്പോയി നോക്കാം. എന്തൊരു പാടാണ് നടക്കാൻ. ഇതില് മരുഭൂമി ആയാലും കാല് മണ്ണിലോട്ടങ്ങ് കുത്തുമ്പ കുഴിയിൽ വന്ന് കാല് വീഴണ പോലെ. ഓ, ഇത് നമുക്ക് തുറക്കാൻ പറ്റുമായിരുന്നിട്ട് ഗൈസ്. നമുക്കിപ്പോൾ തൽക്കാലത്തേക്കിന് ബോക്സ് വേണ്ട, നമുക്ക് സാധനം എടുക്കാം. ഓ, കയ്യിലാണെങ്കിൽ ബോക്സ് മാത്രം കിട്ടണുള്ളൂ. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയാൽ ചാടാൻ പറ്റുമെന്ന് തോന്നണം കേട്ടോ. ഇല്ലാട്ട ഗൈസ്, എനിക്ക് തോന്നുന്നു പെട്ടിയും കൂടി ഇടണമെന്ന്. അല്ലെങ്കിൽ നമുക്ക് പെട്ടിയുടെ മുകളിൽ ഈ സാധനം ഇട്ടാൽ നമുക്ക് കയറാൻ പറ്റും തോന്നണം. അതാവുമ്പോൾ പെട്ടിയുടെ വണ്ണം കയറണം, നമുക്ക് അതിൻ്റെ പെട്ടിമ ചവിട്ടിട്ട് ഇതിൽ കയറാൻ പറ്റുമല്ലോ. അത് പറ്റണില്ലാട്ട ഗൈസ്. പെട്ടീൻ്റെ ഉള്ളിലോട്ട് ഇത് കയറിപ്പോണു ഈ സാധനത്തിൻ്റെ ഭാരം കയറുകൊണ്ട്. നമുക്ക് അത്രയ്ക്കും ഭാരമില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊന്ന് ഇവിടെ ഇട്ട് നോക്കാം. ഓ, ഇവിടെ പറ്റുന്നുണ്ട്. ചാടി നോക്കാം. ഓ, നമുക്കധികം ഭാരമില്ല കേട്ടോ. നമ്മൾ ഇത്ര ഓടിയായതുകൊണ്ട് നമ്മുടെ വണ്ണം കുറഞ്ഞെന്ന് തോന്നണം ഇതിൽ. എന്തോരേണിയാണ്. ഓ, ഇത് ഹെലികോപ്റ്റർ. ഞാൻ ആദ്യമായിട്ട് ഹെലികോപ്റ്റർ കയറണേ. ഹായ്, ഞാൻ ഹെലികോപ്റ്റർ അങ്ങനെ ആദ്യമായിട്ട് കയറി. എനിക്ക് മാത്രമേ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നണം. നമ്മളെന്താ പറന്നു പോവേണല്ലോ. എങ്ങോട്ടാ പോണേ എന്തോ. ഓ ഗൈസ്, നമ്മൾ പോലീസായി. നമ്മളപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഗെയിം. നമ്മളങ്ങനെ സ്കീപ്പ് ഗൈസ്. നമ്മളിപ്പോൾ പോലീസായി. നമ്മുടെ കയ്യിൽ മറ്റേ ഹാൻഡ്കഫും ഫുഡ് ബാസൂക്കയും പിന്നെ മറ്റേ സ്പാനറാ ആ സാധനം കൂടി ഉണ്ട്. ഓ, നമുക്ക് ഹാൻഡ്കഫ് എടുക്കാൻ പറ്റൂട്ടോ. നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ? ഇപ്പം ബാരീൻ്റെ അടുത്ത് പോകണമെങ്കിൽ അവിടെ എന്താ എക്സിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് പോയി നോക്കാട്ടാ. ഓ, നമ്മളങ്ങനെ എക്സിറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇതേ ഗൈസ്, നമ്മളല്ലേ നമ്മളിത് ഡാൻസ് കളിക്കുന്നത്. ഇത് എന്നിട്ട് കുറേ ബട്ടൺസ് കയറി നിന്ന് എന്തെങ്കിലും പറ്റുമോ? ഓ, നമുക്ക് ചാടാനായിട്ട് പവർ കൂടിട്ടോ. നമുക്കിപ്പോൾ നല്ല സ്പീഡും കൂടി. അതുകൊള്ളാലോ. നമുക്കിനി ബാരീൻ്റെ അടുത്ത് പോകാം. ഓ, ഇത് ഇപ്പുറത്ത് റോക്കറ്റ്. നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് അതിൽ വന്ന് നോക്കാം. നമുക്ക് ആദ്യം ബാരീൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. അവൻ ഇനി നമ്മളെ പിടിക്കുമോ നോക്കണ്ടേ. ഓ ഗൈസ്, ബാരി ഫുഡ് കഴിക്കാൻ പോയി. എന്തൊക്കെയായാലും എനിക്കെന്താ, ഞാനെന്തായാലും ഈ സെല്ലിന്ന് രക്ഷപ്പെട്ടില്ലേ, എനിക്ക് സന്തോഷം. ഇനിയിപ്പോൾ എനിക്ക് വീട്ടിൽ പോവാം. ഈ റോക്കറ്റിൽ കയറാൻ പറ്റുമെന്ന് ആദ്യം നോക്കട്ടെ ഗൈസ്. എൻ്റെ സ്പീഡ് ആയതുകൊണ്ട് എനിക്ക് റോക്കറ്റിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം നമുക്ക് പയ്യെ കയറി നോക്കാട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് റോക്കറ്റിൽ കയറാം ഗൈസ്. റോക്കറ്റിൽ കയറി. എന്നാൽ ശരി, ടാറ്റ, ബൈ ബൈ, സീ യു.